കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്നിപ്പോൾ ദീപാരാധനയുടെ സമയമായി. നമുക്കെന്തായാലും പുറത്തുനിന്നല്ലേ എടുക്കാൻ പറ്റൂ. ആ നടപ്പന്തലിലേക്ക് കയറാൻ പറ്റില്ലല്ലോ, പുറത്തുനിന്നാണ്. അതിൻ്റെ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ വെച്ചതാണ്. ഇപ്പോൾ ദീപാരാധന വേളയായി. ദീപസ്തംഭത്തിലൊക്കെ വിളക്ക് തെളിഞ്ഞു. അപ്പോൾ ഒന്ന് തൊഴുതു പോന്നു. വളരെ സുന്ദരമായിട്ടുള്ള ആ പെരുവിരൽ, വലത് കാലിൻ്റെ പെരുവിരൽ നുണയുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടു. വളരെ സന്തോഷമാണ്. ഉച്ചപൂജയ്ക്ക് പറഞ്ഞിരുന്നല്ലോ, വീണ്ടും ഒന്നുകൂടി തൊഴാനുള്ള ഭാഗ്യമുണ്ടായിപ്പോൾ. വലിയ തിരക്ക് ഇല്ല. അപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സമയം. ദീപാരാധന സമയമാണ്. ദീപസ്തംഭത്തിലൊക്കെ വിളക്ക് തെളിഞ്ഞു. എല്ലാ ഭാഗത്തും വിളക്ക് തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നെന്തായാലും വളരെ നല്ല ശീവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ചും കൂടിയും കഴിയും. അപ്പോഴേക്കും ഏതായാലും ദീപാരാധന കഴിഞ്ഞു. തൊഴുത് വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. മുൻപൊന്ന് നമുക്ക് ലൈവ് ഇടാൻ പറ്റുമായിരുന്നു, അപ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ആ ദീപാരാധന, ഇപ്പോൾ ഗുരുവായൂരത്തെ ദീപാരാധന സമയമാണ്, അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ ഗുരുവായൂർ നടക്കുന്ന ദീപാരാധന നമ്മളെല്ലാവരുടെയും കണ്ണിലേക്ക് എത്തി എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് അതിനുള്ളൊരു സൗഭാഗ്യം തന്നു എന്ന് കരുതുക. എന്നിട്ട് ആ പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അധികം നീട്ടുന്നില്ല, കാരണം അവിടുന്ന് ഇങ്ങനെ കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അവിടുത്തെ ആ വിഷ്വൽസ് നമുക്ക് തരാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതു, ആ ദീപാരാധന കണ്ടു, ആരതി അവിടുന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതിലപ്പുറം ആ വടക്കേ നടയിലേക്ക് ആരതി കൊടുന്നിട്ട്, അകത്തെ കോയ്മ കൊടുന്നിട്ട് വയ്ക്കുന്നു. വയ്ക്കുന്നത് നമ്മൾ ആരതി അവിടെ ലേശം ചെറിയൊരു തിരക്കുണ്ടായെങ്കിൽ കൂടി നമുക്കത് ദർശിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു അഹസ് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റി. എന്തായാലും അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ പോലെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്ന് കരുതുക. ആ ഒരു സന്തോഷം എന്തായാലും പടിഞ്ഞാറ് നടയിലൂടെ കയറാൻ കുഴപ്പമില്ല, വലിയ തിരക്കില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഭഗവതി കെട്ടിലൂടെയൊക്കെ കയറി വരാമായിരുന്നു. എന്തായാലും ആ ദർശനം ഞാൻ നിങ്ങൾക്ക് കൂടി പങ്കുവെക്കുകയാണ്. എനിക്ക് കിട്ടുന്ന പുണ്യം നിങ്ങൾക്ക് കൂടി കിട്ടട്ടെ, ആ ഗുരുവായൂരപ്പൻ്റെ പുണ്യം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ കമൻറ്റിൽ പറയാം. സോപാനംകാവലിൻ്റെയൊക്കെ നേരത്തെ ഞാൻ ഇട്ടിരുന്നു. സോപാനംകാവൽ സമയക്രമം വളരെ അതാണ്. കാരണം രാവിലെ പുരുഷന്മാരുടെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ നട തുറക്കുന്ന ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണി 2:45 2:30 അവിടെ എത്തി 8 മണി വരെയാണ് രാവിലെ. അത് കഴിഞ്ഞാൽ വൈകുന്നേരം 3:30 നട തുറക്കിച്ചാൽ 3:30 അല്ലെങ്കിൽ 4:30 നട തുറക്കുകയാണെങ്കിൽ 4:30 മുൻപ് എത്തി നട അടയ്ക്കുന്നവരെ. ഫസ്റ്റ് ഡ്യൂട്ടിക്ക് 3:30 വന്നാൽ 7 മണിക്ക് തിരിച്ചു പോവാം. സെക്കൻഡ് ഡ്യൂട്ടിക്കാരൻ 7 മണിക്ക് വന്നിട്ട് രാത്രി ശീവേലി കഴിഞ്ഞ് 2 പ്രദക്ഷിണം കഴിഞ്ഞ് ശീവേലി കഴിഞ്ഞാൽ പോരാ.